ട്രിവി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നാഗവല്ലിയുടെ കൊട്ടാരം, മലയാളികൾ മനസ്സിലേറിയ തറവാട്ടിലേക്ക്. ആരെയും മയക്കുന്ന വശ്യഭംഗിയോടെ ചുവടുകൾ വെച്ച് നാഗവല്ലി എന്ന തമിഴത്തി നിറഞ്ഞാടിയ അകത്തളം. രാമനാഥനെ ഒരു നോക്കു കാണാനായി പതിവായി അവളെത്തിയ തെക്കിനി ഒടുവിൽ കാർണവരെ കൊല്ലാൻ കണ്ണിൽ പറക്കുന്ന തീയുമായി അവളുടെ ആത്മാവ് അലഞ്ഞ ഇടനാഴികൾ. മണിച്ചിത്രത്താഴെന്ന സിനിമയ്ക്കൊപ്പം മലയാളികൾ മനസ്സിലേറിയ ആ തറവാട് വീട് നട്ടുച്ചയുടെ ചൂടിലും കുളിർമഴയിലും മരം കോച്ചുന്ന തണുപ്പിലുമൊന്നും ഒരു നിറവ്യത്യാസം പോലുമില്ലാതെ കൂടുതൽ മനോഹരമായി ഇന്നും നിലനിൽക്കുകയാണ് ഇവിടെ നമ്മുടെ കൊച്ചിയിൽ. മണിച്ചിത്രത്താഴ് മാത്രമല്ല, മൂന്നാം മുറ, പിൻഗാമി, കളിയൂഞ്ഞാൽ, ഡ്രീംസ്, ചോട്ടാ മുംബൈ തുടങ്ങിയ ഒട്ടേറെ ജനപ്രിയ സിനിമകളിൽ അഭിനയിച്ച ഈ വീട് തൃപ്പൂണിത്തുറയിലുള്ള ഹിൽ പാലസ് ആണെന്ന കാര്യം ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. ഇവിടെ എത്തുന്ന ആളുകളുടെ എണ്ണം ദിനം തോറും കൂടി വരുന്നത് അതിനുള്ള തെളിവാണ്. 1865 കൊച്ചി മഹാരാജാവ് പണി കഴിപ്പിച്ച ഈ കൊട്ടാര സമുച്ചയത്തിൽ 54 ഏക്കറിൽ പരന്നു കിടക്കുന്ന പരമ്പരാഗത വാസ്തുവിദ്യ ശൈലിയിലുള്ള 49 കെട്ടിടങ്ങളുണ്ട്. കൊച്ചിയുടെ ഭരണകർത്താക്കളായിരുന്ന രാജാക്കന്മാരുടെ വസതിയായിരുന്നു എറണാകുളത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെ തൃപ്പൂണിത്തുറയിലുള്ള കുന്നിന്മേൽ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഹിൽ പാലസ്. 1865 പണിതീർത്ത ഈ കൊട്ടാരം രാജകുടുംബത്തിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത ശേഷം സംസ്ഥാനത്തെ ആദ്യത്തെ പുരാവസ്തു മ്യൂസിയമാക്കി മാറ്റുകയായിരുന്നു ഹിൽ പാലസ് കൊട്ടാരം. അങ്ങനെ സംസ്ഥാനത്തെ ആദ്യത്തെ പൈതൃക മ്യൂസിയമായി 49ഓളം കെട്ടിടങ്ങളുടെ സമുച്ചയമാണ്. ചുറ്റും റോഡുകളും വൻമരങ്ങൾ നിറഞ്ഞ വലിയ തോട്ടവും വലയം ചെയ്തതാണ് ഈ കൊട്ടാരവളവ്. പുരാതന കേരളീയ വാസ്തുവിദ്യയും വിദേശ ശൈലിയും ഒത്തുചേർന്നതാണ് നിർമ്മാണ രീതി. തട്ടുതട്ടായി തിരിച്ച 52 ഏക്കറോളം വരുന്ന ഉദ്യാനം മ്യൂസിയത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന എണ്ണച്ചായാ ചിത്രങ്ങൾ, ചുവർ ചിത്രങ്ങൾ, ശില്പങ്ങൾ, താളിയോലകൾ, കൊച്ചി മഹാരാജാക്കന്മാരുടെ അമൂല്യമായ വസ്തുക്കൾ, രാജസിംഹാസനങ്ങൾ എന്നിവ ഇവിടെ കാണാൻ കഴിയും. കൊച്ചിയിലെ ശാന്തമായ കുന്നുകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ പാലസ് മ്യൂസിയം നാടിൻ്റെ സമൃദ്ധി, ചരിത്രം, സമ്പന്നമായ സാംസ്കാരിക പൈതൃകം എന്നിവയുടെ അഭിമാനകരമായ സാക്ഷ്യമാണ്. കൊച്ചിയിലെ മഹാരാജാക്കന്മാരുടെ പഴയ കാലഘട്ടത്തിലേക്ക് ഒരു നേർക്കാഴ്ച നൽകുന്ന രാജകീയതയും പൈതൃകവും നിറഞ്ഞ ഒരു ഇതിഹാസമാണ് ഈ വാസ്തുവിദ്യ അത്ഭുതം. പരീക്ഷിക് തമ്പുരാൻ കൊച്ചിയിലെ അവസാനത്തെ രാജാവായിരുന്നു. 1949 കൊച്ചിയും തിരുവിതാംകൂറും ലയിക്കുന്നതിന് മുമ്പ് 1 വർഷം മാത്രമാണ് അദ്ദേഹം നാട്ടുരാജ്യം ഭരിച്ചത്. ഹിൽ പാലസിൽ താമസിച്ചിരുന്ന അവസാനത്തെ രാജാവും അദ്ദേഹമായിരുന്നു. 1865 നിർമ്മിച്ച ഈ ഗംഭീരമായ കെട്ടിടം ഒരു കാലത്ത് കൊച്ചി ഭരണാധികാരികളുടെ വസതിയായിരുന്നു. അവരുടെ പരിഷ്കൃതമായ അഭിരുചികളും ആഡംബരപൂർണമായ ജീവിതശൈലിയും പ്രകടമാക്കിയ ഒരിടം. ഇന്ന് കൊട്ടാരം ഒരു എത്നോ ആർക്കിയോളജിക്കൽ മ്യൂസിയമായും നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന കലാസൃഷ്ടികളുടെയും പുരാവസ്തുക്കളുടെയും
ഒരു നിധിശേഖരമുള്ള കേരളത്തിലെ ആദ്യത്തെ പൈതൃക മ്യൂസിയമായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 52 ഏക്കറിലധികം വിസ്തൃതിയുള്ള ഒരു കൊട്ടാര സമുച്ചയത്തിൽ 49 കെട്ടിടങ്ങളുണ്ട്. പരമ്പരാഗത കേരള വാസ്തുവിദ്യാ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ കെട്ടിടത്തിൻ്റെയും വാസ്തുവിദ്യയിൽ ഡച്ച് വാസ്തുവിദ്യാ ശൈലിയുടെ സവിശേഷമായ ഒരു സ്പർശമുണ്ട്. ഇവിടുത്തെ ഏറ്റവും പഴയ കെട്ടിടം 8 കെട്ട് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ പൈതൃക മ്യൂസിയവും ഇവിടെയുണ്ട്. ശില്പങ്ങൾ, കൈയെഴുത്ത് പ്രതികൾ, കൊച്ചി രാജകുടുംബത്തിൻ്റെ വസ്തുക്കൾ, എണ്ണച്ചായ ചിത്രങ്ങൾ, ചുവർ ചിത്രങ്ങൾ, ഇവിടെ കാണപ്പെടുന്ന അപൂർവ പുരാതന വസ്തുക്കളുടെ പട്ടിക അനന്തമാണ്. കുട്ടക്കല്ല്, ശവകുടീരം, തൊപ്പിക്കല്ല്, ഫുഡ് സ്റ്റോൺ, ലാറ്ററൈറ്റ് സ്മാരകങ്ങൾ, സിന്ധു നദീതട, ഹാരപ്പ തുടങ്ങിയ പുരാതന നാഗരികതകളിൽ നിന്നുള്ള തടി സ്മാരകങ്ങൾ, വിദൂര കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള പുരാതന സെറാമിക്സ് എന്നിവയും ഇവിടെ കാണാം. മരതകം, വജ്രം, മാണിക്യം എന്നിവ കൊണ്ട് അലങ്കരിച്ച 1.75 കിലോഗ്രാം ഭാരമുള്ള കൊച്ചി രാജവംശത്തിലെ രാജാക്കന്മാരുടെ കിരീടം ഇപ്പോഴും ഇവിടെ കാണാം. കൊട്ടാരത്തിൻ്റെ പോർട്രേറ്റ് ഗാലറിയിൽ അതിമനോഹരമായ തഞ്ചാവൂർ പെയിൻറ്റിങ്ങുകൾക്കൊപ്പം രാജാക്കന്മാരുടെ ഛായാചിത്രങ്ങൾ കാണാം. കലാകാരന്മാരുടെ ചാരുത, അതിമനോഹരമായ വൈദഗ്ധ്യം, നിറങ്ങളുടെ ശ്രദ്ധാപൂർവമായ ഉപയോഗം എന്നിവ കണ്ണിന് ഒരു വിരുന്നാണ്. മറുവശത്ത് സമകാലിക ആർട്ട് ഗാലറിയിൽ ഇതിഹാസ രാജാവായ രാജ രവിവർമ്മയുടെ കലാസൃഷ്ടികളും ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇവിടുത്തെ പോർശാലയിൽ കൈയെഴുത്തു പ്രതികൾ, എപ്പിഗ്രാഫി ഗാലറികൾ എന്നിവ പഴയകാല സന്ദർശകർക്ക് വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്നു. 150-ലധികം വസ്തുക്കൾ പോർസാലയൻ ഗാലറിയിൽ ഉണ്ട്. ഇതിൽ ചൈനീസ് വിഭവങ്ങൾ, കപ്പുകൾ, കലങ്ങൾ, മറ്റു പുരാതന വസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്നു. മറുവശത്ത് എപ്പിറ്റാഫ് ഗാലറിയിൽ ചെമ്പ് ഫലകങ്ങൾ, പനയോലകൾ, കല്ലുകൾ എന്നിവയിലെ ലിഖിതങ്ങളുടെ ഒരു ശേഖരം ഉണ്ട്. മുൻകാല നാണയങ്ങൾ നാണയശാസ്ത്ര ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 14-ാം നൂറ്റാണ്ടിലെ വസ്തുക്കൾ മരക്കൊമ്പ് കൊണ്ടുള്ള ഗാലറിയുമുണ്ട്. മെഗാലിത്തിക് അവശിഷ്ടങ്ങൾ, കിരീടങ്ങൾ, ശില്പങ്ങൾ, ആനക്കൊമ്പ് വസ്തുക്കൾ, ആഭരണങ്ങൾ, നിരവധി രാജാക്കന്മാരുടെ ലിഖിതങ്ങൾ എന്നിവ അവയിൽ ഉൾപ്പെടുന്നു. നന്ദികേശൻ, നാഗാവീണ, താമരയിലെ ഗണേശൻ എന്നിവയുടെ മനോഹരമായ കൊത്തുപണികൾ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. മ്യൂസിയത്തിലെ ഏറ്റവും രസകരമായ വിഭവങ്ങളിലൊന്ന് ആയുധ ഗാലറിയും ശില്പ ഗാലറിയുമാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച പഴയ ആയുധങ്ങൾ ഇവിടെ നന്നായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കാണപ്പെടുന്ന ശിലാശില്പങ്ങൾ 10-ാം നൂറ്റാണ്ടിലേതാണ്. അതേസമയം മെറ്റൽ ഹെയർ ഗാലറിയിൽ കാണപ്പെടുന്ന അപൂർവ വെള്ളി, വെങ്കല വസ്തുക്കൾ 14-ാം നൂറ്റാണ്ടിലേതാണ്. ഹിൽ പാലസ് മ്യൂസിയത്തിൽ ഒരു മാൻ പാർക്ക്, കുട്ടികളുടെ പാർക്ക്, ചരിത്രോദിത പാർക്ക് എന്നിവയുണ്ട്. ഇവ മ്യൂസിയത്തിലേക്കുള്ള സന്ദർശനം ചെറുപ്പക്കാർക്കും മുതിർന്നവർക്കും ഒരുപോലെ രസകരമാകും. ചുറ്റുമുള്ള കൊട്ടാര വളവിൻ്റെ ഒരു ഭാഗം മധ്യ അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും കൊണ്ടുവന്ന വിദേശ വൃക്ഷ ഇനങ്ങളെപ്പോലും ഉൾക്കൊള്ളുന്ന ഒരു സസ്യോദ്യാനമാക്കി മാറ്റി. കേരളത്തിലെ തൃപ്പൂണിത്തുറയിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ പാലസ് മ്യൂസിയം 1865
കൊച്ചി മഹാരാജാവിൻ്റെ ഓഫീസായും കോടതിയായും നിർമ്മിച്ചതാണ്. കൊച്ചി രാജ്യത്തിൻ്റെ മാതൃവംശ പാരമ്പര്യങ്ങളിൽ തൃപ്പൂണിത്തുറ ഒരു പ്രധാന സ്ഥലമായിരുന്നു. ഇവിടുത്തെ രാജ്ഞി ഒരു കേന്ദ്ര പങ്ക് വഹിച്ചിരുന്നു. ഇത് അധികാരത്തിൻ്റെ ഇരിപ്പിടമാക്കി. കാലക്രമേണ കൊട്ടാര സമുച്ചയം, ഒരു രാജകീയ വസതി, ഭരണ കെട്ടിടങ്ങൾ, പ്രഭുക്കന്മാർക്കും ഉദ്യോഗസ്ഥർക്കും വേണ്ടിയുള്ള വീടുകൾ എന്നിവ ഉൾപ്പെടുത്തി വികസിപ്പിച്ചു. കേരള സർക്കാർ കൊച്ചി രാജകുടുംബത്തിൽ നിന്നും കൊട്ടാരം ഏറ്റെടുത്തപ്പോൾ ഇത് ഒരു പുരാവസ്തു മ്യൂസിയമാക്കി മാറ്റി. 1986 പുരാവസ്തു വകുപ്പിന് കീഴിൽ പൊതുജനങ്ങൾക്കായി തുറന്നു. ഇത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തു മ്യൂസിയമാണ്. വിവിധ ചരിത്ര വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നു. ചരിത്രപരമായ പ്രാധാന്യത്തിന് പുറമെ ഹിൽ പാലസ് മ്യൂസിയവും അതിൻ്റെ വിശാലമായ മൈതാനങ്ങളും മലയാള സിനിമകളുടെ ചിത്രീകരണ സ്ഥലങ്ങളായി അറിയപ്പെടുന്നു. കുതിരവണ്ടി, ആയുധ ഗാലറി തുടങ്ങിയ ശേഖരങ്ങൾ മ്യൂസിയത്തിലുണ്ട്. കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരികവും ചരിത്രപരമായ പൈതൃകത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്ന പുരാവസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നു. പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ഹിൽ പാലസ് അതിൻ്റെ നഗര പശ്ചാത്തലത്തിൽ ഒരു പച്ച മരുപ്പച്ച കൂടിയാണ്. ഗവേഷകർ ഇതിൻ്റെ സ്വാഭാവിക പരിസ്ഥിതിയിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഇത് ദി ഫൗൺ ഓഫ് ഹിൽ പാലസ് പോലുള്ള പ്രസിദ്ധീകരണങ്ങളിലേക്ക് നയിച്ചു. അതിൽ അതിൻ്റെ പരിസരത്ത് കാണപ്പെടുന്ന വൈവിധ്യമാർന്ന വന്യജീവികളെ രേഖപ്പെടുത്തുന്നു.